ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതുതായി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഓഡിയൻസിനെ സെലക്ട് ചെയ്യുന്നതാണ്. 80% ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് പല കണ്ടന്റ് എല്ലാം മിക്സ് ചെയ്തായിരിക്കും യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇടുന്നത്. അതായത് കുക്കിംഗ് വീഡിയോസ്, ട്രാവലിംഗ് വ്ലോഗ്, അതുപോലെ അൺബോക്സിംഗ് വീഡിയോസ്, ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള വീഡിയോസ് എല്ലാം തന്നെ ഒരു ചാനലിൽ തന്നെ ഉൾപ്പെടുത്തും. എന്നാൽ ഇത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസിനെ സെലക്ട് ചെയ്യുന്നതിൽ പരാജയപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. പലതരത്തിലുള്ള കണ്ടന്റ്സ് എല്ലാം നിങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുക വഴി പല വിധത്തിലുള്ള താല്പര്യങ്ങളുള്ള വ്യത്യസ്തമായ ഓഡിയൻസിനെയാണ് നിങ്ങൾക്ക് ചാനലിലേക്ക് കിട്ടുന്നത്. ഇത് നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്ത് നഷ്ടപ്പെടുത്തും. അതിനാൽ ഒരേ ടൈപ്പിലുള്ള ഓഡിയൻസിനെ നിങ്ങളുടെ ചാനലിലേക്ക് നേടിയെടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ വർദ്ധിക്കുന്നതാണ്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചാനലിൻ്റെ പേരാണ്. ചാനലിന് എന്ത് പേരാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ഫിക്സ് ചെയ്തു വെക്കുക. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റുന്നതെല്ലാം നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് നഷ്ടപ്പെടുത്തുക മാത്രമാണ് ചെയ്യുക. അതിനാൽ തന്നെ നമ്മുടെ ചാനലിന് ഇടാൻ ഉദ്ദേശിക്കുന്ന പേര് നമ്മൾ ഫിക്സ് ചെയ്തു വയ്ക്കുക. അടുത്തതായി നമ്മുടെ ചാനലിന് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ചാനലിൻ്റെ ബാനർ. ഈ ബാനർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചാനൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ബാനർ നോക്കിയാൽ ഞാൻ എൻ്റെ ചാനലിൽ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ ചാനലിൻ്റെ ബാനറിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഗ്രോത്ത്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അതുപോലെ മേക്ക് എ ഹാപ്പി ലൈഫ് എന്നിവയാണ്. ഇതിൽ നിന്നും ഈ ചാനൽ ഒരു മോട്ടിവേഷൻ, അതുപോലെ നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യാൻ ഉപകാരപ്പെടുന്ന ഒരു ചാനൽ ആണെന്നുള്ളത് വ്യക്തമാണ്. ഇതുപോലെ നിങ്ങളും ചാനലിന് ഒരു നല്ല ബാനർ കൊടുക്കുക. നിങ്ങളുടെ ബാനർ കണ്ടാൽ തന്നെ നിങ്ങളുടെ ചാനലിൽ നിന്ന് എന്താണ് ലഭിക്കാൻ പോകുന്നത് എന്ന് വ്യൂവേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കണം. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി. നമ്മുടെ വീഡിയോസ് എങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അതായത് വീക്കിലി വൺസ് ആണോ, വീക്കിലി ടോയ്സ് ആണോ, ഏത് പ്രകാരമാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരിക്കണം. നമുക്ക് പലർക്കും അറിയാം, നമ്മുടെ വീട്ടിൽ പല സാഹചര്യങ്ങൾ എല്ലാം ഒത്തുവന്നാൽ മാത്രമേ നമുക്ക് വീഡിയോസ് എല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് സൈലന്റ് ആയ ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ നമുക്ക് വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്യാൻ സാധിക്കൂ. അതിനാൽ ബെസ്റ്റ് ഓപ്ഷൻ 2-3 വീഡിയോസിന് വേണ്ട കണ്ടന്റ് എല്ലാം തന്നെ ഒറ്റ ഷോട്ടിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തു വയ്ക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ നിങ്ങളുടെ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന കൺസിസ്റ്റൻസി നിലനിർത്താൻ സാധിക്കും. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എഡിറ്റിംഗ്, തംബ്നെയിൽ, എഡിറ്റിംഗ് വീഡിയോസ് ഇവയാണ്. യൂട്യൂബ് ചാനൽ സക്സസ് ആക്കുന്നതിന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഘടകമാണ് എഡിറ്റിംഗ്. ഒരുപാട് തംബ്നെയിൽ അതുപോലെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് എല്ലാം തന്നെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എഡിറ്റിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓവർ എഡിറ്റിംഗ് ചെയ്യാതിരിക്കുക എന്നതാണ്. അതായത് ഓവറായിട്ടുള്ള സൗണ്ട് എഫക്ട്സുകളെല്ലാം കൊടുക്കാതിരിക്കുക. നമ്മുടെ വീഡിയോ സിമ്പിൾ ആയി സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതിന് കൈൻ മാസ്റ്റർ, VN വീഡിയോ എഡിറ്റർ, ഇൻഷോട്ട് എന്നിങ്ങനെയുള്ള ആപ്ലിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഉപയോഗിച്ചിരുന്നത് ഇൻഷോട്ട് വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ലുമാഫ്യൂഷൻ എന്ന ആപ്ലിക്കേഷൻ ആണ്. ലുമാഫ്യൂഷൻ യൂസ് ചെയ്ത് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കണ്ടു നോക്കുക. അതുപോലെ തംബ്നെയിൽ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം നൽകുന്നതാണ്. അപ്പോൾ തംബ്നെയിൽ എഡിറ്റിംഗ് അതുപോലെ വീഡിയോ എഡിറ്റിംഗ് ഇത് നമ്മുടെ ചാനലിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. കാരണം നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ നേടിയെടുക്കുന്നതിൽ വളരെ പ്രധാനമായ പങ്കാണ് ഇവ വഹിക്കുന്നത്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്യാമറ. നിങ്ങൾക്ക് ഫോൺ ക്യാമറ യൂസ് ചെയ്തും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഒരുപാട് മൊബൈൽ ഫോണുകളിലെല്ലാം ഇപ്പോൾ 4K വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതിനാൽ തന്നെ നല്ല ക്ലാരിറ്റിയുള്ള ഒരു എക്യുപ്മെന്റ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ബഡ്ജറ്റ് ക്യാമറയെല്ലാം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് സോണിയുടെ ZV-1 അതുപോലെ കാനോണിന്റെ പവർ ഷോട്ട് G7X Mark III അതുമല്ല
അല്ലെങ്കിൽ കാനോണിൻ്റെ EOS M50 എന്നീ മോഡലെല്ലാം ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീഡിയോസിൻ്റെ പ്രൊമോഷൻ. എങ്ങനെയാണ് യൂട്യൂബ് വീഡിയോസ് ഇൻസ്റ്റാഗ്രാം വഴി പ്രൊമോട്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടു നോക്കുക. ഇതെല്ലാമാണ് പ്രധാനമായും നമ്മൾ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.